ഇന്റലിജൻസ് ഷെയറിങ്ങും ഇൻഫർമേഷൻ ഷെയറിങ്ങുമായി അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ പ്രവീൺ ചക്രവർത്തി മെമ്പർ ഓഫ് പാർലമെന്റും മറ്റ് നേതാക്കളോടൊപ്പം അദ്ദേഹത്തെ സന്ദർശിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറിമാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ വെച്ച് ഓപ്പറേഷൻ തുഫാൻ ശക്തിപ്പെടുത്തുന്നതിനെപ്പറ്റി അദ്ദേഹം നിർദ്ദേശം കൊടുത്തു. കേരള തമിഴ്നാട് ബോർഡർ പരിപൂർണമായും സർവേലൻസ് പോലീസിന്റെ സർവേലൻസിൽ കൊണ്ടുവരാനും ഇൻഫർമേഷൻ പരസ്പരം നൽകാനും ഇന്റലിജൻസ് ഷെയർ ചെയ്യാനും ഒക്കെ തീരുമാനിച്ചു. വളരെ അനുകൂലമായൊരു അന്തരീക്ഷമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം തന്നെ ഒരു മാരത്തോൺ റണ്ണിൽ പങ്കെടുക്കുകയുണ്ടായി. ഇതിനെതിരായി അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലേക്ക് വരണം. മോഹൻലാൽ ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. മോഹൻലാലും വിജയും കൂടി ജില്ല എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടി കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു പരിപാടി ഞങ്ങൾ ഹോം ഡിപ്പാർട്ട്മെന്റ് എറണാകുളത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മയക്കുമരുന്നിനെതിരെ, ലഹരിക്കെതിരെ ഒരു വലിയ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം കൈകോർക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് തയ്യാറായതിൽ അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹം വളരെ വിശദമായി 1/2 മണിക്കൂർ നേരം ഈ കാര്യം ചർച്ച ചെയ്തു. ഫലപ്രദമായ നിലയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കേരള പോലീസും തമിഴ്നാട് പോലീസും തമ്മിൽ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് ഈ മാഫിയയ്ക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് എനിക്ക് അറിയിക്കാറുള്ളത്. തീർച്ചയായിട്ടും എയർപോർട്ടുകൾ, അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, അതോടൊപ്പം തന്നെ ട്രെയിനുകൾ ഉൾപ്പെടെയുള്ള ബോട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രത്യേക ശ്രദ്ധയുണ്ടാകും. അത് ഈ വരുന്ന മാർഗങ്ങൾ കണ്ടെത്തി അവയെ ഇല്ലാതാക്കാൻ, നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷിക്കാൻ, പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട്. ഇത് ഫലപ്രദമായി വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹം നൽകിയിട്ടുണ്ട്. പ്രത്യേകം മുഖ്യമന്ത്രിയോട് ഞാൻ നന്ദി പറയുന്നു. 1/2 മണിക്കൂറിലേറെ ഞങ്ങൾക്ക് സമയം അനുവദിക്കുകയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് സെക്രട്ടറിമാരുമായി വളരെ വിശദമായ ചർച്ചയ്ക്ക് അവസരം നൽകിയതിന് അദ്ദേഹത്തോട് ഞാൻ നന്ദി പറഞ്ഞു. അദ്ദേഹം കേരളത്തിലേക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടൊരു ടൈം നോക്കി, മോഹൻലാലിന്റെ കൂടെ സമയം നോക്കി ഞങ്ങൾ തീരുമാനിക്കും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുക. അതല്ല ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല. ഇന്ന് മുഖ്യമന്ത്രി അതിനെപ്പറ്റി മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് വിശദമായിട്ട് തന്നെ ആ വിഷയം പറഞ്ഞു. ഞങ്ങൾ വളരെ ഗൗരവമായി എടുക്കുന്നൊരു വിഷയമാണത്. പക്ഷെ അതിന് ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോൾ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അത് ശക്തമായി തന്നെ ഞങ്ങൾ ഗൗരവമായി തന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഗവൺമെന്റ് ആണല്ലോ ഒരു ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ഞങ്ങളെ അന്വേഷണം പ്രഖ്യാപിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് എല്ലാ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇത്തരം ഒരു വിഷയമാകുമ്പോൾ ഗവൺമെന്റിന് ആ നടപടിക്രമങ്ങൾ പാലിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ എന്താണെന്നുള്ളത് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. ആ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാം.